ഹലോ എവരിബഡി, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്രൈഡ് റൈസിൻ്റെ ഒരു വെറൈറ്റിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്ക് കിച്ചണിലേക്ക് പോവാം. കമോൺ ഗൈസ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഒരു 3 കപ്പ് റൈസ്, ഇത് ഞാൻ റൈസ് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഒരു ക്യാരറ്റ്, അത് വളരെ നൈസായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഒരു 4 സ്പ്രിംഗ് അനിയൻ, അതും നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു 12 അല്ലി വെളുത്തുള്ളി, അതിൽ പകുതി വട്ടത്തിൽ അരിഞ്ഞു വെക്കുക, പകുതി ചോപ്പ് ചെയ്തെടുക്കുക. ഒരു 100 ഗ്രാമോളം ചിക്കൻ, അത് നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കുക. കുറച്ച് സോയ സോസ്, ഇത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് നമുക്കിത് ഫ്രൈ ചെയ്ത് മാറ്റാം. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്തില്ലേ, അതുപോലെ ഫ്രൈ ചെയ്ത് വെക്കാം. ഇതിൽ 2 ഗുണമുണ്ട്. ഒന്ന്, ആ ഓയിലിലേക്ക് നമുക്ക് ആ ഗാർലിക്കിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല രീതിയിൽ ഇൻഫ്യൂസ്ഡ് ആവും. പിന്നെ ഇത് നമുക്ക് അവസാനം ഗാർണിഷിന് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് നല്ലൊരു ഫ്ലേവറും തരും കേട്ടോ റൈസിലേക്ക്. അപ്പോൾ നമുക്കത് വറുത്ത് മാറ്റിയെടുത്ത് വയ്ക്കാം. അതിനുശേഷം അതേ ഓയിലിലേക്ക് നമ്മൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് കളറ് ടേൺ ചെയ്തൊരു വൈറ്റ് കളറിലേക്ക് മാറി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഗാർലിക്ക് ഇട്ടിട്ട് അതും ഒന്ന് നമുക്ക് സോട്ടേ ചെയ്യാം കേട്ടോ. ആ ഗാർലിക്ക് അതിൽ കിടന്ന് നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു മണമൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു അവസ്ഥയാകുമ്പോഴത്തേക്കും നമുക്ക് അതൊന്ന് സൈഡിലേക്ക്, ഇത് രണ്ടും ചിക്കനും ആ ഗാർലിക്കും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആ ഓയിലിലേക്ക് ഡയറക്റ്റ് നമുക്ക് 2 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ എഗ്ഗ് ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് 2 എഗ്ഗ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും നമുക്ക് ആ എഗ്ഗ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ആ എഗ്ഗിന് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പ് വിതറി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എഗ്ഗിനെ സ്ക്രാമ്പിൾ ചെയ്യാം. സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ വലിയ ചങ്ക് പീസസ് ആക്കിയിട്ട് സ്ക്രാമ്പിൾ ചെയ്യാം കേട്ടോ. വളരെ ചെറുത് പൊടി ആക്കി കളയരുത്. പിന്നെ ഇത് 100% ഡ്രൈയും ആവരുത്. അതിനകത്ത് കുറച്ച് വെറ്റായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഫുള്ളായിട്ട് എഗ്ഗ് ഡ്രൈ ആയി പോകാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു എഗ്ഗിൻ്റെ ഒരു വെറ്റ്നെസ് ഉള്ളപ്പോൾ തന്നെ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുക. അത് ഒരല്പം ചേർത്ത് നമുക്ക് അതിനൊന്ന് സോട്ടേ ചെയ്തതിന് ശേഷം ബാക്കി റൈസ് ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ റൈസ് ഞാനിത് എടുത്തിരിക്കുന്ന റൈസ് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. നമുക്ക് നോർമൽ ചെയ്യില്ലേ, ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കുമല്ലോ, വറ്റിച്ചെടുക്കുമല്ലോ, ആ രീതിയിൽ വേവിച്ചെടുത്താലും മതി കേട്ടോ. നോർമൽ പാത്രത്തിൽ ചെയ്തെടുക്കുമ്പോൾ. ഇതിപ്പോൾ എനിക്ക് റൈസ് കുക്കർ ഉള്ളതുകൊണ്ട് ഞാനതിൽ എളുപ്പത്തിന് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് നല്ല രീതിയിൽ റൈസ് കറക്റ്റ് വേവായിട്ട് കിട്ടും റൈസ് കുക്കറിൽ ചെയ്യുമ്പോൾ. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ സ്പ്രിംഗ് ഒനിയനും. എന്നിട്ട് നല്ല രീതിയിൽ അതിനെ ഇളക്കി യോജിപ്പിക്കാം. ഞാനിതിലേക്ക് ടേസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോയ് സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഓയിസ്റ്റർ സോസും ടൊമാറ്റോ സോസും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഗ്രീൻ ചില്ലി സോസ്, ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. എനിക്ക് അത്രയ്ക്കും ഓവറായിട്ടുള്ള ഐറ്റംസ് ആഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ആ ഒരു സോയ് സോസിൻ്റെ ടേസ്റ്റ് മാത്രം വെച്ചിട്ട് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ച് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സോയ സോസ് മാത്രം ഉപയോഗിക്കുന്നത്. ഇതും നല്ല ടേസ്റ്റിയാണ് കേട്ടോ.
പിന്നെ ഇതിലേക്ക് സോയ് സോസ് ഞാൻ സോൾട്ടഡ് സോയ് സോസാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് നമുക്ക് അതിൽ നിന്ന് തന്നെ അത്യാവശ്യം കിട്ടും. പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഇനിയും ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗാർലിക്കും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ ചിക്കനോളം കാണുള്ളൂ. അത് ഞാൻ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് വിത്ത് ബോണാണ് കേട്ടോ. പിന്നെ ഒരു 2 സബോള, അതും ചങ്ക്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 2 ബെൽ പെപ്പറും, അതും ചങ്ക് പീസസായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു 8 ഗാർലിക്ക്, അതും വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മാറ്റാവുന്നതാണ്. പിന്നീട് ആവശ്യത്തിന് സോയ് സോസും ഉപയോഗിക്കുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ചേർത്ത് കൊടുക്കുക. ആ ഗാർലിക്ക് നല്ല രീതിയിൽ ആ എണ്ണയിൽ ഇളക്കി യോജിപ്പിക്കുക. ആ ഗാർലിക്കിൻ്റെ ആ മണമൊക്കെ റിലീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ നല്ല ചെറിയ പീസസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ വിത്ത് ബോണാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് കാരണം വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചിക്കൻ എണ്ണയിൽ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അല്പനേരം കഴിഞ്ഞ് മൂടി തുറന്നിട്ട് നമുക്കതൊന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് അത് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ ഒന്നും കൂടെ വേവാനുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് ഇനിയും ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ ആവശ്യത്തിന് വേവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പച്ചമുളക് കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ അതും കൂടെ അതിലേക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സബോളയും ക്യാപ്സിക്കവും ഒന്ന് വാടി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് ഇൻഫ്യൂസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ അത് നമുക്ക് ആവശ്യത്തിന് വെന്ത് കിട്ടും. ഓവറായിട്ട് വെന്ത് പോകരുത് കേട്ടോ സബോളയും ക്യാപ്സിക്കവും. അതിൻ്റെ ഒരു പച്ചപ്പ് വേണം. എന്നാലും ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോഴത്തേക്കും അത് ജസ്റ്റ് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ ആ സബോളയിൽ നിന്നും ക്യാപ്സിക്കത്തിൽ നിന്നൊക്കെ വെള്ളമൊക്കെ റിലീസായിട്ടുണ്ട്. നമുക്കിനി തീ കൂട്ടി വെച്ചിട്ട് അതിൽ നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള സോയ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ആദ്യം അല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൊന്ന് അതിനൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും ടേസ്റ്റും കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും അതിനകത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ സോയ് സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് സോയ് സോസ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി സോയ് സോസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ആ സോയ് സോസ് നല്ല കളറൊക്കെ വന്നിട്ട് നമ്മുടെ കറി നല്ല രീതിയിൽ നല്ലൊരു കളറ് കിട്ടും. ഇത് നല്ല അത്യാവശ്യം ടേസ്റ്റിയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല, പക്ഷേ ആ സോയ് സോസിൽ നിന്ന് ബിൽഡാവുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ലൊരു അമേസിങ് ടേസ്റ്റാണ്. ഈ നമ്മളുണ്ടാക്കിയിരിക്കുന്ന ആ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം ഇത് നല്ല അടിപൊളിയായിട്ട് കോംബോ ആയിട്ട് പോകട്ടോ. അപ്പോൾ നമ്മുടെ കറി അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ആ സോയ് സോസൊക്കെ ഡ്രൈ ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സെർവിങ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള റൈസ് സെർവ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിയും കൂടിയും സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് റെഡി ടു ഈറ്റ്. അത്യാവശ്യം ടേസ്റ്റിയാണ് കേട്ടോ. കാണുന്നത് പോലെയല്ല, വളരെ സിമ്പിളാണ് കാണാനായിട്ട്, പക്ഷേ ടേസ്റ്റ് അമേസിങ് ആണ്.
അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്. നല്ല സിമ്പിളല്ലേ, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. പ്രിപ്പറേഷൻ ടൈം മാത്രം, അതായത് നമ്മൾ വെജിറ്റബിൾസും എല്ലാം അങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നതിനും കുറച്ച് ടൈം എടുക്കും എന്നുള്ളത്. ഇതിൻ്റെ കുക്കിംഗ് ടൈം വളരെ കുറവാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, ഹെൽത്തിയാണ്. ഇതിന് ഞാൻ ബേസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സോയ സോസാണ്. ആ സോയ സോസ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഐറ്റം സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ഡെലീഷ്യസ് ഡിഷുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ഫ്രം ജിബിൻ. ബൈ ഗായ്സ്, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ബൈ.